Dear students, welcome to a new session. Today we will deal with the data collection. Here the meaning of data collection, types of data, primary versus secondary, methods of primary data collection, and a survey versus observation. These all are the topic which I am going to take today. So let us start. First of all, let us study what is the meaning of data collection. The data collection is a process by which the researcher collects the information from all the relevant sources to find out answers to the research problem, test the hypothesis, and evaluate the outcomes. Data collection is a process by which the researcher collects the information. ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഡാറ്റ എന്ന് പറയുക. റിസർച്ചിന് ആവശ്യമായിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യുന്ന പ്രോസസ്സ് ഫ്രം ഓൾ ദി റെലവൻറ്റ് സോഴ്സസ്. ആ ഡാറ്റ എവിടെ നിന്നൊക്കെ ലഭിക്കാമോ അവിടെ നിന്നൊക്കെ കളക്ട് ചെയ്യാം. ടു ഫൈൻഡ് ആൻസേഴ്സ്, എന്തിനു വേണ്ടി ഡാറ്റ ഉപയോഗിക്കുക? ടു ഫൈൻഡ് ആൻസേഴ്സ് ടു ദി റിസർച്ച് പ്രോബ്ലം. നമ്മുടെ മുന്നിലുള്ള റിസർച്ച് പ്രോബ്ലത്തിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി, സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി. ടെസ്റ്റ് ദ ഹൈപ്പോത്തിസിസ്, നമ്മുടെ റിസർച്ച് അനുമാനം, റിസർച്ച് സങ്കല്പങ്ങളെ അതിൻ്റെ വാലിഡിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. ആൻഡ് ഇവാലുവേറ്റ് ദ ഔട്ട്കംസ്, ആ റിസർച്ചിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടിനെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി. അതിനെല്ലാം വേണ്ടി നമുക്ക് ഡാറ്റ ആവശ്യമാണ്. ഈ ഡാറ്റയുടെ ബേസിലാണ് നമ്മൾ റിസർച്ചിൽ അനാലിസിസും ഫൈൻഡിങ്സും കൺക്ലൂഷനിലൊക്കെ എത്തുക. അതുകൊണ്ട് ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നത് ഒരു റിസർച്ചിന് ആവശ്യമായിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യുന്ന പ്രോസസ്സിന് ഡാറ്റ കളക്ഷൻ എന്ന് പറയാം. വൈൽ കളക്ടിങ് ദ ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ ദ റിസർച്ചർ മസ്റ്റ് ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് ഡാറ്റ ടു ബി കളക്റ്റഡ്. ഏത് ടൈപ്പ് ഡാറ്റയാണ് കളക്ട് ചെയ്യേണ്ടത്? വെദർ ഇറ്റ് ഈസ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ഓർ ക്വാളിറ്റേറ്റീവ് ഡാറ്റ ഓർ സോഴ്സ് ഓഫ് ഡാറ്റ. ഡാറ്റയുടെ സോഴ്സ് എന്താണ്? ഇവിടെ ടൈപ്പ് ഓഫ് ഡാറ്റ എന്ന് പറയുമ്പോൾ അത് പ്രൈമറി ആവാം, സെക്കൻഡറി ആവാം കേട്ടോ. പല ടൈപ്പ് ഡാറ്റയുണ്ട്. അത് പ്രൈമറി ഡാറ്റ ആവാം, സെക്കൻഡറി ഡാറ്റ ആവാം. ഇനി സോഴ്സ് ഓഫ് ഡാറ്റ, എവിടെ നിന്നാണ് ഈ ഡാറ്റ കളക്ട് ചെയ്യാൻ സാധിക്കുക? ആൻഡ് ദ മെത്തേഡ് ടു ബി യൂസ്ഡ് ടു കളക്ട് ദ ഡാറ്റ. ഡാറ്റ കളക്ഷന് വേണ്ടി നമ്മൾ ഏത് മെത്തേഡാണ് ഉപയോഗിക്കുക? ഓൾസോ ദ ആൻസേഴ്സ് ടു ദി ക്വസ്റ്റ്യൻ ദാറ്റ് ഹൂ, വെൻ ആൻഡ് വെയർ ദ ഡാറ്റ ഈസ് ടു ബി കളക്റ്റഡ്. അതോടൊപ്പം തന്നെ ഈ ഡാറ്റ ആര് കളക്ട് ചെയ്യും, എപ്പോൾ കളക്ട് ചെയ്യും, എവിടെ നിന്ന് കളക്ട് ചെയ്യും, എവിടെ വെച്ച് കളക്ട് ചെയ്യും, അതെല്ലാം ദാറ്റ് ഷുഡ് ബി വെൽ അഡ്രസ്ഡ് ബൈ ദ റിസർച്ചർ. ഈ കാര്യങ്ങളെല്ലാം റിസർച്ചർ മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ടായിരിക്കണം. ഇനി ടൈപ്സ് ഓഫ് ഡാറ്റ. ടൈപ്സ് ഓഫ് ഡാറ്റ ഏതൊക്കെയാണെന്ന് നോക്കാം. മെയിൻലി ദർ ആർ ടു ടൈപ്സ് ഓഫ് ഡാറ്റ. പ്രധാനമായിട്ടും ഡാറ്റയെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം: പ്രൈമറി ഡാറ്റ ആൻഡ് സെക്കൻഡറി ഡാറ്റ. പ്രൈമറി ഡാറ്റ ആർ ദി ഫസ്റ്റ് ഹാൻഡ് ഡാറ്റ കളക്റ്റഡ് ബൈ ദ റിസർച്ചർ ഫോർ ദി ഫസ്റ്റ് ടൈം ആൻഡ് ഈസ് ഒറിജിനൽ ഇൻ നേച്ചർ. ഫസ്റ്റ് ഹാൻഡ് ഡാറ്റയാണ്, അതായത് നേരിട്ട് കളക്ട് ചെയ്യുന്ന, വേറെ ഏതെങ്കിലും സെക്കൻഡറി സോഴ്സിൽ നിന്ന് കളക്ട് ചെയ്യാതെ നേരിട്ട് കളക്ട് ചെയ്ത ഡാറ്റയാണ് ഫസ്റ്റ് ഹാൻഡ് ഡാറ്റ. കളക്റ്റഡ് ബൈ ദ റിസർച്ചർ ഹിംസെൽഫ്. റിസർച്ചർ തന്നെയാണ് ഇത് കളക്ട് ചെയ്യുന്നത് ഫോർ ദി ഫസ്റ്റ് ടൈം, ആദ്യമായിട്ട് ഈ റിസർച്ച് പർപ്പസിന് വേണ്ടി ആ റിസർച്ചർ കളക്ട് ചെയ്യുന്ന ഡാറ്റയാണ്. ആൻഡ് ഈസ് ഒറിജിനൽ ഇൻ നേച്ചർ, അതുകൊണ്ട് തന്നെ അത് ഒറിജിനലാണ്, വേറെ എവിടെ നിന്നും കിട്ടിയതല്ല. ദ റിസർച്ചർ കളക്ട്സ് ദ ഫ്രഷ് ഡാറ്റ വെൻ ദ റിസർച്ചർ പ്രോബ്ലം ഈസ് യുണീക്ക്. റിസർച്ച് പ്രോബ്ലം യുണീക്ക് ആകുമ്പോൾ, അതായത് നമുക്ക് നേരിട്ട് തന്നെ ഡാറ്റ കളക്ട് ചെയ്യേണ്ട അവസ്ഥ, ഇതുവരെയും അതിനു മുമ്പ് അങ്ങനെ ഒരു ഡാറ്റ കളക്ഷൻ നടന്നിട്ടില്ല. അതുകൊണ്ട് നേരിട്ട് ഫസ്റ്റ് ഹാൻഡ് ഡാറ്റ റിസർച്ചർ തന്നെ കളക്ട് ചെയ്യണം. അപ്പോൾ യുണീക്ക് ആയിരിക്കുമ്പോൾ, ഇതിനു മുമ്പ് അത്തരത്തിലുള്ള റിസർച്ചുകളൊന്നും ആ ഏരിയയിൽ റിസർച്ചുകളൊന്നും നടന്നിട്ടില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് വേണ്ട ഡാറ്റ നമ്മൾ പ്രൈമറി ഡാറ്റ ആയിട്ട്, നേരിട്ട് ഫസ്റ്റ് ഹാൻഡ് ഡാറ്റ ആയിട്ട് നമ്മൾ എടുക്കേണ്ടിയിരിക്കുന്നു. ആൻഡ് നോ റിലേറ്റഡ് റിസർച്ച് വർക്ക് ഇഫ് ഡൺ ബൈ എനി പേഴ്സൺ. ഈ ഏരിയയിൽ മറ്റ് റിസർച്ച് വർക്കുകളൊന്നും ആരും ചെയ്തിട്ടില്ല, അതുകൊണ്ട് അവരുടെ നിന്നും ഡാറ്റ നമുക്ക് ലഭ്യമല്ല. സെക്കൻഡറി സോഴ്സസ് അവൈലബിൾ അല്ലാത്തപ്പോഴാണ് പ്രൈമറി ഡാറ്റ കൂടുതലായിട്ടും ഉപയോഗിക്കുക. ദ റിസൾട്ട്സ് ഓഫ് ദി റിസർച്ച് ആർ മോർ ആക്യുറേറ്റ് വെൻ ദി ഡാറ്റ ഈസ് കളക്റ്റഡ് ഡയറക്ട്ലി ബൈ ദ റിസർച്ചർ ബട്ട് ഹവർ ഇറ്റ് കോസ്റ്റ്ലി ആൻഡ് ടൈം കൺസ്യൂമിങ്. ഇവിടെ ഡാറ്റ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് കളക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട്, ഡാറ്റയുടെ ആക്യുറസി എന്ന് പറയുന്നത് അത് കൂടുതലായിരിക്കും. ദ റിസൾട്ട്സ് ഓഫ് ദി റിസർച്ച് ആർ മോർ ആക്യുറേറ്റ്. ആക്യുറേറ്റ് ഉള്ള ഡാറ്റ കിട്ടുമ്പോൾ റിസർച്ചിൻ്റെ റിസൾട്ടും എന്തായിരിക്കും? അത് കൂടുതൽ ആക്യുറേറ്റ് ആയിരിക്കും. വെൻ ദ ഡാറ്റ ഈസ് കളക്റ്റഡ് ഡയറക്ട്ലി ഇനി ബൈ ദ റിസർച്ച് ബട്ട് ഹവർ ഇറ്റ് ഈസ് കോസ്റ്റ്ലി ആൻഡ് ടൈം കൺസ്യൂമിങ്. പക്ഷേ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്?
അത് കൂടുതൽ കോസ്റ്റ്ലി ആണ്, കൂടുതൽ സമയമെടുക്കുന്ന പ്രക്രിയയാണ്. സെക്കൻഡറി ഡാറ്റയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യുന്നത് കോസ്റ്റ്ലിയും ടൈം കൺസ്യൂമിങ്ങും ആണ്. ഇനി ടൈപ്സ് ഓഫ് ഡാറ്റയിൽ രണ്ടാമത്തെ ടൈപ്പായിട്ടുള്ള സെക്കൻഡറി ഡാറ്റ എന്താണെന്ന് നോക്കാം. വെൻ ദി ഡാറ്റ ഈസ് കളക്റ്റഡ് ബൈ സംവൺ എൽസ് ഫോർ ഹിസ് റിസർച്ച് വർക്ക് ആൻഡ് ഹാവ് ഓൾറെഡി പാസ്ഡ് ത്രൂ ദി സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഈസ് കോൾഡ് സെക്കൻഡറി ഡാറ്റ. മറ്റാരെങ്കിലും അയാളുടെ റിസർച്ച് പർപ്പസിന് വേണ്ടിയോ മറ്റോ കളക്ട് ചെയ്തിരിക്കുന്ന ഡാറ്റ, ഓൾറെഡി അയാളുടെ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് ആ ഡാറ്റയുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഒക്കെ നടന്നതാണ്. അങ്ങനെയുള്ള ഡാറ്റ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സോഴ്സിൽ നിന്ന് മറ്റാരെങ്കിലും കളക്ട് ചെയ്ത ഓൾറെഡി കളക്റ്റഡ് ആയിട്ടുള്ള ഡാറ്റ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത്തരത്തിലുള്ള ഡാറ്റയെ സെക്കൻഡറി ഡാറ്റ എന്നാണ് പറയുക. ദസ് ദ സെക്കൻഡറി ഡാറ്റ ഈസ് ദി സെക്കൻഡ് ഹാൻഡ് ഡാറ്റ. അത് ഫസ്റ്റ് ഹാൻഡ് ഡാറ്റ എന്ന് പറയുന്നത് പ്രൈമറി ഡാറ്റയാണ്. ഇത് സെക്കൻഡ് ഹാൻഡ് ഡാറ്റയാണ്, മറ്റൊരാൾ കളക്ട് ചെയ്ത ഡാറ്റയാണ്. വിച്ച് ഈസ് റെഡിലി അവൈലബിൾ ഫ്രം ദി അതർ സോഴ്സസ്. നമുക്ക് മറ്റ് സോഴ്സുകളിൽ നിന്ന് റെഡി ആയിട്ടത് അവൈലബിൾ ആണെങ്കിൽ അത്തരത്തിലുള്ള ഡാറ്റ കളക്ട് ചെയ്യാവുന്നതാണ്. വൺ ഓഫ് ദി അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് സെക്കൻഡറി ഡാറ്റ ഈസ് ദാറ്റ്, സെക്കൻഡറി ഡാറ്റ ഉപയോഗിക്കുന്നതിനുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലെസ് എക്സ്പെൻസീവ്. വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് സെക്കൻഡറി ഡാറ്റ കളക്ട് ചെയ്യാം. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഈസിലി അവൈലബിൾ. അത് ടൈം കൺസ്യൂമിങ് അല്ല, അത് വളരെ എളുപ്പത്തിൽ നമുക്ക് ലഭ്യമാകുന്നതാണ്. ബട്ട് ഹൗവർ ദ ഒതൻറ്റിസിറ്റി ഓഫ് ദി ഫൈൻഡിങ്സ് ക്യാൻ ബി ക്വസ്റ്റ്യൻഡ്. പക്ഷേ സെക്കൻഡറി ഡാറ്റയാണ് പൂർണ്ണമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു ഒതൻറ്റിസിറ്റി, കാരണം ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഫസ്റ്റ് പേഴ്സൺ ഹൂ കളക്റ്റഡ് ദ ഡാറ്റ. ആ ഡാറ്റ ആദ്യം കളക്ട് ചെയ്ത ആളുടെ ഒരു വിശ്വാസ്യത എത്രയുണ്ടോ അതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ആ ഡാറ്റയുടെ ആക്യുറസിയും ഇരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഒതൻറ്റിസിറ്റി, അതിൻ്റെ ഒരു ആധികാരികത വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടാം. ഇനി പ്രൈമറി ഡാറ്റ വേഴ്സസ് സെക്കൻഡറി ഡാറ്റ, ഇത് തമ്മിൽ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അതിൻ്റെ ക്യാരക്ടർ, പ്രൈമറി ഡാറ്റ, സെക്കൻഡറി ഡാറ്റ, അങ്ങനെ ഒരു 3 കോളം ഹെഡിങ്സിൽ നമുക്കിതിൻ്റെ കമ്പാരിസൺ നടത്താം. ക്യാരക്ടർ, അതിൻ്റെ ഡെഫിനീഷൻ എന്താണ്, പ്രൈമറി ഡാറ്റ എന്താണ് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഫസ്റ്റ് ഹാൻഡ് ഡാറ്റയാണ്, ഗാദർഡ് ബൈ ദി റിസർച്ചർ ഹിംസെൽഫ്. സെക്കൻഡറി ഡാറ്റ കളക്റ്റഡ് ബൈ സമ്മൺ എൽസ് ഏർലിയർ, നേരത്തെ തന്നെ വേറെ ആൾ കളക്ട് ചെയ്ത ഡാറ്റയെ സെക്കൻഡറി ഡാറ്റ എന്നും പറയുന്നു. ഇനി അതിൻ്റെ ഡാറ്റയെക്കുറിച്ച് റിയൽ ടൈം ഡാറ്റയാണ്, അതായത് നമ്മൾ നേരിട്ട് കളക്ട് ചെയ്യുന്ന ഡാറ്റയാണ്. അതുകൊണ്ട് അത് റിയൽ ടൈം, ഈ കറണ്ട് നമ്മൾ എന്ന് കളക്ട് ചെയ്യുന്നു ആ കാലഘട്ടത്തിലെ ഡാറ്റ ആയിരിക്കും. പാസ്റ്റ് ഡാറ്റ ആയിരിക്കും, ഇതിന് മുമ്പ് ആരെങ്കിലും കളക്ട് ചെയ്തതായതുകൊണ്ട് അത് പാസ്റ്റ് ഡാറ്റ എന്ന് നമുക്കതിനെ വിളിക്കാം. ഇനി പ്രോസസ്സ്, പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യണമെങ്കിൽ റിസർച്ചർ വെരി ഇൻവോൾവഡ് ആയിരിക്കണം. എന്ന് വെച്ചാൽ നേരിട്ട് അയാൾ ആ പ്രോസസ്സിൽ പങ്കെടുക്കണം, ഡാറ്റ കളക്ഷൻ പ്രോസസ്സിൽ അയാൾ പങ്കെടുക്കേണ്ടതുണ്ട്. പക്ഷേ സെക്കൻഡറി ഡാറ്റ ആണെങ്കിൽ അങ്ങനെ നേരിട്ട് അയാൾ പങ്കെടുക്കേണ്ട ആവശ്യമില്ല. അയാൾക്ക് ക്വിക്കായിട്ടും ഈസി ആയിട്ടും അയാൾക്കത് നേരിട്ടുള്ള ഇടപെടലില്ലാതെ, ഡാറ്റ കളക്ഷൻ പ്രോസസ്സിൽ ഇടപെടില്ലാതെ സെക്കൻഡറി സോഴ്സിൽ നിന്നും കളക്ട് ചെയ്യാവുന്നതാണ്. ഇനി സോഴ്സ് എവിടെ നിന്നൊക്കെയാണ്, ഏതൊക്കെ വഴിയിലൂടെയാണ് ഡാറ്റ കളക്ട് ചെയ്യുക? സർവേ, അതൊരു പ്രൈമറി ഡാറ്റ കളക്ഷനുള്ള ഒരു മെത്തേഡാണ്. ഒബ്സർവേഷൻ ആവാം, എക്സ്പെരിമെൻറ്റ്സ് ആവാം, ക്വസ്റ്റ്യനർ ആവാം, പേഴ്സണൽ ഇൻ്റർവ്യൂ ആവാം. ഇതൊക്കെ നമ്മൾ പലപ്പോഴും ഡീറ്റെയിൽഡായിട്ട് വരും ക്ലാസ്സുകൾ നോക്കുന്നതാണ്. സെക്കൻഡറി ഡാറ്റ ഗവൺമെൻറ് പബ്ലിക്കേഷൻസിൽ നിന്ന് എടുക്കാം, വെബ്സൈറ്റിൽ നിന്ന് എടുക്കാം, ബുക്സിൽ നിന്ന് എടുക്കാം, ജേണൽ ആർട്ടിക്കിൾസിൽ നിന്ന് എടുക്കാം, ഇൻറ്റേർണൽ റെക്കോർഡ്സിൽ നിന്ന് എടുക്കാം. ഏതെങ്കിലും കമ്പനികളുടെയൊക്കെ ആണെങ്കിൽ ആ കമ്പനികളുടെ തന്നെ ഇൻറ്റേർണൽ ബുക്സൊക്കെ പരിശോധിച്ച് നമുക്ക് എടുക്കാം. ഇനി കോസ്റ്റ് എഫക്റ്റീവ്നെസ്, പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യുന്നത് ആദ്യം പറഞ്ഞ പോലെ തന്നെ അത് എക്സ്പെൻസീവാണ്. ഇവിടെ സെക്കൻഡറി ഡാറ്റ എക്കണോമിക്കലാണ്, ലാഭകരമാണ്. കളക്ഷൻ ടൈം പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി കൂടുതൽ സമയം റിസർച്ചർക്ക് എടുക്കും. പക്ഷേ അത് സെക്കൻഡറി ഡാറ്റ ആണെങ്കിൽ വളരെ ഷോർട്ട് ടൈമിനുള്ളിൽ ഡാറ്റ കളക്ട് ചെയ്യാൻ സാധിക്കും. സ്പെസിഫിസിറ്റി, ഓൾവേസ് സ്പെസിഫിക് ടു ദി റിസർച്ചേഴ്സ് നീഡ്സ്. റിസർച്ചറുടെ നീഡിനോട് ഏറ്റവും സ്പെസിഫിക് ആയിട്ടുള്ള ഡാറ്റയാണ് അയാൾ പ്രൈമറി ഡാറ്റ വഴി കളക്ട് ചെയ്യുള്ളൂ, അല്ലേ? ആ റിസർച്ചുമായിട്ട് ചേരുന്ന കൃത്യമായിട്ടുള്ള സാമ്പിൾസ് സെലക്ട് ചെയ്ത് അവരിൽ നിന്ന് നേരിട്ട് അയാൾ വിവരങ്ങൾ ശേഖരിക്കുന്നു. അപ്പോൾ അത് കുറച്ചുകൂടെ അയാളുടെ റിസർച്ചിൻ്റെ ടോപ്പിക്കിനോട്, അയാളുടെ ആവശ്യത്തോട് കൂടുതൽ സ്പെസിഫിക് ആയിരിക്കും, ഏറ്റവും ചേർന്ന് നിൽക്കുന്നതായിരിക്കും. സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത് മേ ഓർ മേ നോട്ട് ബി സ്പെസിഫിക് ടു ദി റിസർച്ചേഴ്സ് നീഡ്. ആ റിസർച്ചറുടെ നീഡിനോട് ഏറ്റവും നീതി പുലർത്തുന്ന രീതിയിലുള്ള ഡാറ്റകൾ കിട്ടണമെന്നില്ല. കാരണം ഇതിനു മുമ്പ് ആരാണോ ഡാറ്റ കളക്ട് ചെയ്തത് അയാളുടെ നീഡ് എന്തായിരുന്നോ അതിനോട് സ്പെസിഫിക് ആയിരുന്നു ഈ സെക്കൻഡറി ഡാറ്റ, അല്ലേ? അപ്പോൾ അത് നമ്മുടെ നീഡിനോട്, നമ്മുടെ ആവശ്യത്തിനോട് ഏറ്റവും ചേർന്ന് നിൽക്കണമെന്ന് ആകണമെന്നില്ല. അതുകൊണ്ട് മേ ഓർ മേ നോട്ട് ബി സ്പെസിഫിക് ടു ദി റിസർച്ചേഴ്സ് നീഡ്. നമ്മുടെ ഈ ഡാറ്റ, സെക്കൻഡറി ഡാറ്റ ഉപയോഗിക്കുന്ന റിസർച്ചറുടെ നീഡിനോട് അത് സ്പെസിഫിക് ആവണമെന്നില്ല. അതിൻ്റെ ഫോം എന്താണെന്ന് നോക്കാം. ദാറ്റ് മീൻസ് അവൈലബിൾ ഇൻ ദി ക്രൂഡ് ഫോം. പ്രൈമറി ഡാറ്റ ആണെങ്കിൽ അത് ക്രൂഡ് ഫോമിലാണ് അവൈലബിൾ ആയിരിക്കുന്നത്.
അവൈലബിൾ ഇൻ ദ റിഫൈൻഡ് ഫോം. സെക്കൻഡ് ഡാറ്റ റിഫൈൻഡ് രൂപത്തിലാണ്. ക്രൂഡ് ഓയിൽ, റിഫൈൻഡ് ഓയിൽ, നമ്മൾ കൂടുതൽ പ്രോസസ്സിങ്ങിനൊന്നും വിധേയമാക്കാത്ത രൂപത്തിലുള്ള ഡാറ്റയാണ് ക്രൂഡ് ഫോമിലുള്ള ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ അതിനാണ് റോ ഡാറ്റ അല്ലേ, അതിനൊന്ന് പ്രോസസ്സ് ചെയ്ത് നമുക്ക് ആവശ്യമായിട്ട് ഇൻഫർമേഷനാക്കി മാറ്റേണ്ടതുണ്ട്. ഇവിടെ സെക്കൻഡ് ഡാറ്റ എന്ന് പറയുന്നത് അവൈലബിൾ ഇൻ ദ റിഫൈൻഡ് ഫോം. ഓൾറെഡി അത് ഒരാൾ അത് ഉപയോഗിച്ച ഡാറ്റയാണ്, അതുകൊണ്ട് അല്പോടെ അത് റിഫൈൻഡ് ആയിരിക്കും. ഇനി മെത്തേഡ്സ് ഓഫ് കളക്ടിങ് പ്രൈമറി ഡാറ്റ. പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യുന്നതിന് ഇത്രയും ലിസ്റ്റ് ചെയ്തിരിക്കുന്ന മെത്തേഡ് സാധാരണ രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. ഒബ്സർവേഷൻ ഉണ്ട്, ഇൻ്റർവ്യൂ ഉണ്ട്, ക്വസ്റ്റ്നെയർ ഉണ്ട്, ഷെഡ്യൂൾ ഉണ്ട്, എക്സ്പെരിമെൻറ്റേഷൻ ഉണ്ട്, സിമുലേഷൻ ഉണ്ട്, യൂസ് ഓഫ് ടെലിഫോൺ, പാനൽ മെത്തേഡ്, മെയിൽ സർവേ, പ്രൊജക്റ്റീവ് ടെക്നിക്, സോഷ്യോമെട്രി, ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ, കണ്ടന്റ് അനാലിസിസ്. അപ്പോൾ ഇത്രയും പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യുന്ന മെത്തേഡുകൾ ഒരു ചുരുക്കത്തിലുള്ള വിവരണങ്ങൾ വരും ക്ലാസ്സുകൾ ഉണ്ടാവുന്നതാണ്. നമുക്ക് ആദ്യം ഒബ്സർവേഷനിലേക്ക് പോകാം. ഒബ്സർവേഷൻ പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യുന്നതിനുള്ള വൺ ഓഫ് ദി മെത്തേഡ്സ് ആണ് ഒബ്സർവേഷൻ. ഒബ്സർവേഷൻ എന്താണെന്ന് നോക്കാം. ഒബ്സർവേഷൻ എന്ന് വെച്ചാൽ നമുക്ക് അതിന് മലയാളത്തിൽ നിരീക്ഷണം എന്ന് പറയാം അല്ലേ. ഒബ്സർവേഷൻ ഈസ് ദി സിസ്റ്റമാറ്റിക് വ്യൂയിങ് ഓഫ് സ്പെസിഫിക് ഫിനോമിനൺ ഇൻ ഇറ്റ്സ് പ്രോപ്പർ സെറ്റിംഗ് ഫോർ ദി സ്പെസിഫിക് പർപ്പസ് ഓഫ് ഗാദറിംഗ് ഡാറ്റ ഫോർ എ പർട്ടിക്കുലർ സ്റ്റഡി. ഒബ്സർവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സിസ്റ്റമാറ്റിക് വ്യൂയിങ് ആണ്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ നോക്കുകയാണ്, വ്യൂ ചെയ്യുകയാണ്. ഓഫ് സ്പെസിഫിക് ഫിനോമിനൺ, ഏതെങ്കിലും ഒരു പ്രത്യേക പ്രതിഭാസത്തെ. സാമ്പിൾസിനെയാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ആ സാമ്പിൾസിനെ നമ്മൾ വാച്ച് ചെയ്യുന്നു, നിരീക്ഷിക്കുന്നു. അത് സിസ്റ്റമാറ്റിക് ആണ്. ഇൻ ഇറ്റ്സ് പ്രോപ്പർ സെറ്റിംഗ്, അതിൻ്റെ ഏത് സമയത്താണോ നമ്മൾ വാച്ച് ചെയ്യേണ്ടത്, ആ സാമ്പിളിനെ പഠിക്കേണ്ടത്, ആ സമയത്ത് അത് ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കുന്നു. ഇൻ ഇറ്റ്സ് പ്രോപ്പർ സെറ്റിംഗ് ഫോർ ദി സ്പെസിഫിക് പർപ്പസ്, ഒരു പ്രത്യേക ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട്. ഓഫ് ഗാദറിംഗ് ഡാറ്റ ഫോർ എ പർട്ടിക്കുലർ സ്റ്റഡി, ഒരു പർട്ടിക്കുലർ സ്റ്റഡിക്ക് വേണ്ടി ഡാറ്റ ഗാദർ ചെയ്യുക എന്നുള്ള ആ സ്പെസിഫിക് പർപ്പസ് മനസ്സിൽ വെച്ചുകൊണ്ട് പ്രോപ്പർ സെറ്റിങ്സിൽ നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു സ്പെസിഫിക് ഫിനോമിനനെ വാച്ച് ചെയ്യുന്നതിനാണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഇനി ദി ഫോളോവർ ആർ ദി ഫീച്ചേഴ്സ് ഓഫ് ഒബ്സർവേഷൻ. ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ദിസ് ഈസ് എ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ആക്ടിവിറ്റി. അതൊരു ഫിസിക്കൽ ആക്ടിവിറ്റിയുമാണ്, മെൻ്റൽ ആക്ടിവിറ്റിയുമാണ്. നമ്മൾ അവിടെ പോയി നിൽക്കേണ്ടതുണ്ട്, അതോടൊപ്പം തന്നെ നമ്മളത് വാച്ച് ചെയ്യേണ്ടതുമുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ആക്ടിവിറ്റി എന്ന് പറയാം. സെലക്റ്റീവാണ്. നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ അത് നമ്മുടെ സാമ്പിൾസ്, നമ്മൾ ആരെയാണോ സാമ്പിൾസായിട്ട് എടുക്കുന്നത് ആ സാമ്പിൾസിനെയാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു സെലക്റ്റീവ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണെന്ന് പറയാം. പർപ്പസീവ് ആൻഡ് നോട്ട് ഇൻഫോർമൽ, അത് വളരെ പർപ്പസീവാണ്, ലക്ഷ്യാധിഷ്ഠിതമാണ്. എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയാണോ ഡാറ്റ കളക്ട് ചെയ്യുന്നത് ആ ലക്ഷ്യത്തിന് വേണ്ടി നടത്തുന്ന ഒരു പ്രക്രിയയാണ്. പർപ്പസീവാണ്. നോട്ട് ഇൻഫോർമൽ, അത് ഇൻഫോർമലായിട്ട് ചെയ്യുന്നൊരു കാര്യമല്ല, വളരെ ഫോർമലായിട്ട് ഒരു സ്പെസിഫിക് സ്റ്റഡിക്ക് വേണ്ടി നമ്മൾ ലക്ഷ്യാധിഷ്ഠിതമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രക്രിയ തന്നെയാണ്. ഗ്രാസ്പ് ദ സിഗ്നിഫിക്കൻറ്റ് ഇവൻറ്റ്സ് ആൻഡ് ഒക്കറൻസസ്, നമ്മൾ എന്താണ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇവൻറ്റ്സ്, നമ്മൾ വാച്ച് ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രധാനപ്പെട്ട ഇവൻറ്റുകളാണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഒക്കറൻസുകൾ, എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്, അതെല്ലാം നമ്മൾ ഗ്രാസ്പ് ചെയ്യുന്നു, മനസ്സിലാക്കുന്നു. ഇനി ഇറ്റ് ഷുഡ് ബി എക്സാക്റ്റ് ആൻഡ് ബേസ്ഡ് ഓൺ സ്റ്റാൻഡർഡൈസ്ഡ് ടൂൾസ് ഓഫ് റിസർച്ച്, അത് വളരെ കൃത്യതയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. വളരെ സൂക്ഷ്മതയോടുകൂടി ബേസ്ഡ് ഓൺ ദി സ്റ്റാൻഡർഡൈസ്ഡ് ടൂൾസ് ഓഫ് റിസർച്ചിൻ്റെ ടൂളുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണോ ഒബ്സർവേഷൻ നടത്തേണ്ടത് ആ രീതിയിൽ വളരെ എക്സാക്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് ഒബ്സർവേഷൻ. ഇനി ഒബ്സർവേഷൻ മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നോക്കണം. ഒബ്സർവേഷൻ മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആക്ച്വൽ ഓർ ഹാബിറ്റ്സ് ഓഫ് എ പേഴ്സൺ ആർ ഒബ്സർവ്ഡ്, ഒരു വ്യക്തിയുടെ ആക്ച്വലായിട്ടുള്ള ഹാബിറ്റ്സ്, ആക്ച്വലായിട്ട് അയാൾ എന്താണോ ചെയ്യുന്നത് അതാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്, നേരിട്ട് ഒബ്സർവ് ചെയ്യുകയാണ്. അപ്പോൾ ആക്ച്വലായിട്ടുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. ഇനി രണ്ട്, ഒബ്റ്റെയിൻ ഇൻഫർമേഷൻ ഫ്രം ദോസ് ഹു ആർ അൺഎബിൾ ടു എഫക്റ്റീവ്ലി കമ്മ്യൂണിക്കേറ്റ് ഇൻ റിട്ടൺ ഓർ ഓറൽ ഫോം. ഇപ്പോൾ റിസർച്ചർ ഡാറ്റ കളക്ട് ചെയ്യുന്ന വ്യക്തിക്ക് എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാൾ ആണെങ്കിൽ ഇൻ റിട്ടൺ ഓർ ഓറൽ ഫോം, വെർബലായിട്ടോ അല്ലെങ്കിൽ റിട്ടൺ ആയിട്ടോ എഫക്റ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആയിട്ടുള്ള സ്കില്ലില്ലാത്ത ആളാണെങ്കിൽ ഒബ്സർവ് ചെയ്താണെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. അത് ഒബ്സർവേഷൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. നോ ബെറ്റർ വേ ടു ഗാദർ ഇൻഫർമേഷൻ ദാൻ ത്രൂ ഒബ്സർവേഷൻ. ഒബ്സർവേഷനിലൂടെ കിട്ടുന്ന ഡാറ്റയാണ് ഏറ്റവും കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റ, കാരണം നേരിട്ട് കണ്ട് മനസ്സിലാക്കുകയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നോ ബെറ്റർ വേ, അതിനേക്കാൾ നല്ലൊരു വേ ഇല്ല എന്ന് തന്നെ പറയാം. ഇനി മോസ്റ്റ് റിലയബിൾ മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷൻ, അതുകൊണ്ട് തന്നെ ഡാറ്റ കളക്ഷനിലെ ഏറ്റവും
റിലയബിൾ ആയിട്ടുള്ളൊരു മെത്തേഡ് ഒബ്സർവേഷൻ മെത്തേഡാണ്. ഇനി ഒബ്സർവേഷൻ്റെ ഡിസഡ്വാൻറ്റേജസ് നോക്കാം. റിസൾട്ട് ഓഫ് ഒബ്സർവേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദി സ്കിൽ ഓഫ് ദി ഒബ്സർവർ. ഒരു ഒബ്സർവറുടെ സ്കില്ല്, അയാൾ എന്താണോ കാണുന്നത്, എന്താണോ മനസ്സിലാക്കുന്നത്, അയാളുടെ സ്കില്ലിനനുസരിച്ചാണ് ഒബ്സർവേഷൻ്റെ റിസൾട്ട് ഇരിക്കുക. അപ്പോൾ ഒബ്സർവറുടെ സ്കില്ല് കുറവാണെങ്കിൽ അയാൾ അതിൽ നിന്ന് മനസ്സിലാക്കി വാച്ച് ചെയ്ത് റെക്കോർഡ് ചെയ്യുന്ന കാര്യങ്ങൾ, അതിൻ്റെ റിസൾട്ടും മോശമായിരിക്കും. ഇഫ് ഒബ്സർവേഷൻ ഈസ് നോട്ട് സയൻറ്റിഫിക്കലി പ്ലാൻഡ് ഓർ പ്രോപ്പർലി ഓർഗനൈസ്ഡ്, റോങ് കൺക്ലൂഷൻസ്. അതായത് ഒബ്സർവേഷൻ നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രോസസ്സാണെന്ന് ആദ്യം പറഞ്ഞു അല്ലേ. അതുകൊണ്ട് തന്നെ ദാറ്റ് ഷുഡ് ബി സയൻറ്റിഫിക്കലി പ്ലാൻഡ്. നമ്മൾ വളരെ ശാസ്ത്രീയമായിട്ട് അതിനെ പ്ലാൻ ചെയ്ത് പ്രോപ്പർലി ഓർഗനൈസ്ഡ്, വളരെ സംഘടിത രൂപത്തിൽ അല്ലെങ്കിൽ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് കാര്യങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് കൃത്യസമയത്ത് കൃത്യമായിട്ടുള്ള പേഴ്സണെ അല്ലെങ്കിൽ വ്യക്തികളെ നമ്മൾ വാച്ച് ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ ഒബ്സർവേഷൻ എന്ന് പറയുക. അപ്പോൾ വ്യക്തികളെയാണ് വാച്ച് ചെയ്യുന്നതെങ്കിൽ വ്യക്തികൾ, അല്ലെങ്കിൽ ഏതെങ്കിലും സംഭവത്തെയാണെങ്കിൽ സംഭവം. അപ്പോൾ അത് വളരെ സയൻറ്റിഫിക്കലി പ്ലാൻഡ് ആയിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അത്രമാത്രം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നുള്ളത് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ദാറ്റ് മേ ലീഡ് ടു റോങ് കൺക്ലൂഷൻസ്. നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് റോങ് ആകാൻ സാധ്യതയുണ്ട്. ഇവൻറ്റ്സ് വിച്ച് ഒക്കർ ഓവർ എ ലോങ് ഡ്യൂറേഷൻ പോസ് ദ പ്രോബ്ലംസ് ഓഫ് മെഷർമെൻറ്റ്. ഏതെങ്കിലും ഒരു ഒക്കറൻസ്, ഏതെങ്കിലും ഒരു ഇവൻ്റാണ് സംഭവിക്കുന്നത്, അത് പക്ഷേ ലോങ് ഡ്യൂറേഷനിലേക്ക് വളരെ കാലം നീണ്ടു നിൽക്കുന്ന ഒരു കാര്യമാണെങ്കിൽ അവിടെ പോയി ഇത് മൊത്ത സമയം വാച്ച് ചെയ്യുക എന്ന് പറയുന്നത് മെഷർമെൻറ്റ്, അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് ശരിയായിരിക്കണമെന്നില്ല. ദാറ്റ് കോസ് ദ പ്രോബ്ലം ഓഫ് മെഷർമെൻറ്റ് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നു. ദ റിസർച്ചേഴ്സ് ഫൈൻഡിങ്സ് ആർ ലിമിറ്റഡ് ടു ദോസ് ഒബ്സർവ്ഡ്. റിസർച്ചർ ആരെയാണോ ഒബ്സർവ് ചെയ്യുന്നത് അയാളുടെ ഫൈൻഡിങ്സ് എന്ന് പറയുന്നത് ആ ഒബ്സർവ് ചെയ്യുന്ന വ്യക്തികളിൽ മാത്രമായിട്ടത് ലിമിറ്റ് ചെയ്തിരിക്കുന്നു. റിസർച്ചേഴ്സ് ഫൈൻഡിങ്സ് ആർ ലിമിറ്റഡ് ടു ദോസ് ഒബ്സർവ്ഡ്. അതും ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. ഓൾസോ യൂസ് ഓഫ് മെക്കനൈസ്ഡ് ഡിവൈസിലേക്ക് ഐ ക്യാമറ, ലേസർ സ്കാനർ എക്സെട്ര ഹാസ് ഇൻക്രീസ്ഡ് ആക്യുറസി, ദേ ആർ സർട്ടൻലി വെരി എക്സ്പെൻസീവ്. നമുക്ക് ഒബ്സർവ് ചെയ്യുമ്പോൾ കൂടെ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. ഐ ക്യാമറ വേണമെങ്കിൽ കൊണ്ടുപോകാം, അല്ലെങ്കിൽ ലേസർ സ്കാനർ ഉപയോഗിക്കാം. പക്ഷേ അങ്ങനെയുള്ള മെക്കാനൈസ്ഡ് ഡിവൈസസ് ഉപയോഗിക്കുമ്പോൾ ഉള്ള പ്രധാനപ്പെട്ട പ്രോബ്ലം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സർട്ടൻലി വെരി എക്സ്പെൻസീവ്. വളരെ എക്സ്പെൻസീവ് ആയിട്ട് പ്രോസസ്സായിട്ട് ഒബ്സർവേഷൻ അപ്പോൾ മാറുന്നു. ഇനി സർവേയും ഒബ്സർവേഷനും നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. ഇപ്പോൾ എന്താണ് സർവേ എന്നും ഒബ്സർവേഷൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി അത് സർവേ എന്ന് പറയുന്ന ഒരു മെത്തേഡുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ബോത്ത് സർവേ ആൻഡ് ഒബ്സർവേഷൻ ആർ ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് യൂസ്ഡ് ഫോർ കളക്ടിങ് പ്രൈമറി ഡാറ്റ. പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി സർവേ ആണെങ്കിലും ഒബ്സർവേഷൻ ആണെങ്കിലും വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ദ ഡിഫറൻസ് ലൈസ് ഇൻ ആസ്കിങ് ക്വസ്റ്റ്യൻസ്. ഇത് നമ്മൾ പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് ദാറ്റ് ലൈസ് ഇൻ ആസ്കിങ് ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇത് നമ്മൾ പ്രധാനപ്പെട്ട വ്യത്യാസം. സർവേ സൊലിസിറ്റ്സ് ഇൻഫർമേഷൻ ഫ്രം പീപ്പിൾ ബൈ ആസ്കിങ് ക്വസ്റ്റ്യൻസ്. സർവേ എന്ന് പറയുന്നത് ആളുകളിൽ നിന്ന് ഇൻഫർമേഷൻ അവർ വാങ്ങിക്കുന്നത്, സൊലിസിറ്റ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻസിലൂടെയാണ്, അവരോട് ചോദിക്കുകയാണ് ചെയ്യുന്നത്. വേറെസ് ഇൻ ഒബ്സർവേഷൻ അവിടെ ചോദിക്കുന്നില്ല, നമ്മൾ ഒബ്സർവ് ചെയ്യുക മാത്രമേ ഉള്ളൂ, വാച്ച് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. ഇൻ ഒബ്സർവേഷൻ ക്വസ്റ്റ്യൻസ് ആർ നോട്ട് ആസ്ക്ഡ്. ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നില്ല. നെയ്തർ ഓഫ് ദിസ് ഈസ് ഫുൾ പ്രൂഫ്. ഈ പറയുന്ന രണ്ടും അപാകതകളില്ലാത്തതല്ല. ഈ രണ്ടിനും അതിൻ്റേതായ അപാകതകളുണ്ട്. സർവേ മെത്തേഡിനും ഒബ്സർവേഷൻ മെത്തേഡിനും അപാകതകളുണ്ട്. അതുകൊണ്ടാണ് നെയ്തർ ഓഫ് ദിസ് ഈസ് ഫുൾ പ്രൂഫ്. രണ്ടിനും അപാകതകളുണ്ട്. വൈൽ സർവേ മെത്തേഡ് സഫേഴ്സ് ഫ്രം ഡെഫിഷ്യൻസീസ് ഇൻ ടെക്നിക്സ്. സർവേക്ക് ഉപയോഗിക്കുന്ന ടെക്നിക്കലായിട്ടുള്ള അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന ടെക്നിക്സിലെ ഡെഫിഷ്യൻസീസ്, അതിൻ്റെ അപര്യാപ്തതകൾ സർവേ ഡിസഡ്വാൻറ്റേജ് ആകുമ്പോൾ ഒബ്സർവേഷൻ മെത്തേഡ് ഈസ് ഹൈലി എക്സ്പെൻസീവ്. ഒബ്സർവേഷൻ മെത്തേഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ന്യൂനത എന്ന് പറയുന്നത് അത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ലോങ് ഡ്യൂറേഷനിലേക്കൊക്കെ ഉള്ള ഒരു ഒബ്സർവേഷൻ നടത്തണമെങ്കിൽ ചിലപ്പോൾ റിസർച്ചർക്ക് അല്ലെങ്കിൽ ഡാറ്റ കളക്ട് ചെയ്യുന്ന ആൾക്ക് ദീർഘകാലത്തേക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി സ്റ്റേ ചെയ്യേണ്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നേക്കാം. അതുകൊണ്ട് ഒബ്സർവേഷൻ മെത്തേഡ് ഹൈലി എക്സ്പെൻസീവാണ്. ഇനി നമുക്ക് സർവേയും ഒബ്സർവേഷനും തമ്മിൽ നിന്ന് കമ്പയർ ചെയ്യാം. സർവേയുടെയും ഒബ്സർവേഷൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ കമ്പാരിസൺ നടത്താം. ഒന്ന് ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ സോർട്ട്. ഏത് ടൈപ്പ് ഇൻഫർമേഷനാണ് ഓരോന്നിലൂടെയും കൂടുതൽ കിട്ടാൻ സാധ്യത. ഇപ്പോൾ അവയർനെസ് ഓർ ആറ്റിറ്റ്യൂഡ്, കറണ്ട് ആൻഡ് പാസ്റ്റ് ബിഹേവിയർ, ഒരാളുടെ അറിവ് പരിശോധിക്കുക, അയാളുടെ മനോഭാവം പരിശോധിക്കുക,
അല്ലെങ്കിൽ കറണ്ട് ആൻഡ് പാസ്റ്റ് ബിഹേവിയർ, ഇപ്പോഴത്തെ ബിഹേവിയർ അല്ലെങ്കിൽ കഴിഞ്ഞകാല സ്വഭാവ രീതികൾ, ഇതൊക്കെയാണ് പഠിക്കുന്നതെങ്കിൽ സർവേയാണ് കൂടുതൽ അനുയോജ്യമായിട്ടുള്ള കാര്യം. അത് ഒബ്സർവ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഒബ്സർവേഷൻ ആണെങ്കിൽ കറണ്ട് ബിഹേവിയർ ആൻഡ് റിസൾട്ട്, ഇപ്പോഴുള്ള ഒരാളുടെ പ്രവൃത്തി എങ്ങനെയാണ് അത് നമുക്ക് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും അല്ലേ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട റിസൾട്ടുകളെല്ലാം നമുക്ക് ഒബ്സർവേഷനിലൂടെ കളക്ട് ചെയ്യാം. ഇനി കൺട്രോൾ ഓവർ ഡാറ്റ ഗാദറിങ് ആക്ടിവിറ്റീസ്, ഡാറ്റ ഗാദർ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഡാറ്റ കളക്ഷൻ നടക്കുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റിയിൽ സർവേ മെത്തേഡിൽ കൂടുതൽ ഒരു കൺട്രോൾ റിസർച്ചർക്കുണ്ട്. റിലേറ്റീവ്ലി ഹൈ ആണ്. കാരണം ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് സർവേ അല്ലേ. ക്വസ്റ്റ്യൻ നമുക്ക് വേണമെങ്കിൽ പല രീതിയിൽ ചോദിച്ചുകൊണ്ട് നമുക്ക് ആ ഡാറ്റ ഗാദറിങ് ആക്ടിവിറ്റീസിൽ റിസർച്ചർക്ക് കൂടുതൽ നിയന്ത്രണം ഏറ്റെടുക്കാം. ഒബ്സർവേഷനിൽ അത് പറ്റില്ല, മിയർലി വാച്ചിങ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഒബ്സർവേഷനിൽ റിസർച്ചർക്ക് ആ ഡാറ്റ ഗാദറിങ് ആക്ടിവിറ്റീസിൽ റിസർച്ചർക്ക് നിയന്ത്രണം കുറവായിരിക്കും. ഡാറ്റയുടെ ആക്യുറസി എന്ന് പറയുന്നത് സർവേ മെത്തേഡിൽ റിലേറ്റീവ്ലി ലോ ആണ്. നമ്മൾ ചോദ്യം ചോദിക്കുന്നു, അതിൽ നിന്ന് കിട്ടുന്ന ആൻസറിൽ നിന്ന് മാത്രമാണ് മനസ്സിലാക്കാൻ പറ്റുക അല്ലേ. അപ്പോൾ അത് ചിലപ്പോൾ ശരിയായിരിക്കണമെന്നില്ല. അപ്പോൾ അതിൻ്റെ ആക്യുറസി റിലേറ്റീവ്ലി ലോ ആണ്. പക്ഷേ ഒബ്സർവേഷനിൽ ആക്യുറസി നമ്മൾ നേരിട്ട് കാണുന്ന കാര്യമായതുകൊണ്ട് റിലേറ്റീവ്ലി ഹൈ ആണ്. ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് ഹൈ ആണ്. ടൈം ഫാക്ടറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത് സർവേ ആണ്. കൂടുതൽ എളുപ്പത്തിൽ നമുക്ക് സർവേയിലൂടെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാം. പക്ഷേ ഒബ്സർവേഷനിൽ കൂടുതൽ ലോങ് ടൈം ഡ്യൂറേഷനൊക്കെ ഉള്ള ഒബ്സർവേഷൻ ആണെങ്കിൽ ടൈം കൂടുതൽ എടുക്കും. ടൈം ഫാക്ടർ അവിടെ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കുറവാണ്, റിലേറ്റീവ്ലി ലോ ആണ്. പേഴ്സണൽ സ്കിൽസ് റിക്വയർഡ്, സർവേയിലാണ് ഏറ്റവും കൂടുതൽ പേഴ്സണൽ സ്കില്ല് ആവശ്യമായിട്ട് വരിക. അതിനെ ക്വസ്റ്റ്യൻ ഡ്രാഫ്റ്റ് ചെയ്യാനും അത് കൃത്യമായിട്ടുള്ള ഓർഡർ ചോദിക്കുന്നതിനൊക്കെ അയാൾക്ക് കൂടുതൽ സ്കിൽ ആവശ്യമാണ് റിലേറ്റീവ്ലി. കാരണം ഒബ്സർവേഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അപ്പോൾ സർവേയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒബ്സർവേഷനിൽ പേഴ്സണൽ സ്കില്ലിൻ്റെ ആവശ്യം ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലോ ആണ്. പേഴ്സണൽ സ്കില്ല് ആവശ്യമുണ്ട്, പക്ഷേ എങ്കിൽ പോലും കമ്പാരിറ്റീവ്ലി അത് ലോ ആണ്.